ഈ പറയുന്ന രാമായണത്തിലെ സീതയായിട്ടും സീതയുടെ പര്യായമായ ജനകൻ്റെ മകൾ ജാനകി എന്നുള്ള ഒരു ഇതിലേക്ക് കാണുമ്പോൾ നമ്മളതിൽ നിൽക്കുന്നത് തൃശ്ശൂർ പൂങ്കുന്നത്ത് ജനിച്ച വിദ്യാധരൻ പിള്ളയുടെ മകൾ ജാനകിയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് തമ്മിൽ ആനയായിട്ട് നമ്മൾ വ്യത്യാസം ഉണ്ടെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എടുത്തതാണ് ഇത്രയും ദിവസം ഉണ്ടായ കാലതാമസം. സുരേഷ് ഏട്ടൻ്റെ അടുത്ത് പറയുമെന്ന് വിചാരിക്കുക. സുരേഷ് ഏട്ടൻ നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒന്ന് സെൻസർ കൂടി വിളിച്ച് പറഞ്ഞു വെച്ച് പലരോടെയും തടസ്സപ്പെടുത്തി തരണമെന്ന് പറഞ്ഞിട്ട് നേരെ നമുക്ക് ഹൈക്കോടതി കേസ് കൊടുക്കുക. അദ്ദേഹം പ്രതികരിക്കുമായിരുന്നെങ്കിൽ ഈ സിനിമയൊന്നും ഉണ്ടാവില്ലായിരുന്നു. സുരേഷ് ഗോപി എന്ത് പറഞ്ഞു എന്നുള്ളത് മാത്രം എടുത്തിട്ട് അതിനകത്തെ ഓരോ അക്ഷരങ്ങൾ വലിച്ചു കീറി ഇവിടെ അത് മാത്രം ചർച്ചയായിട്ട് നിന്നേനെ. ഈ വിഷയം പോലും അഡ്രസ് ചെയ്യപ്പെടില്ലായിരുന്നു. തെറ്റിപ്പിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്കാണ്. ഞാൻ സുരേഷ് ഏട്ടൻ്റെ ഒരു ഫാനാണ്. മലയാളത്തിലെ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ സംവിധായകൻ പ്രവീൺ നാരായണനാണ് എനിക്കിപ്പോൾ ഉള്ളത്. സ്വാഗതം ചേട്ടാ. ഒരുപാട് എന്താ പറയുക ടെൻഷനുകൾക്കും സമ്മർദ്ദത്തിനൊക്കെ ഒടുവിൽ ഇപ്പോൾ ഒരു ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. ജാനകി വിക്ക് ഇപ്പോൾ കോടതി പ്രദർശനാനുമതി നൽകിയിരിക്കുകയാണ്. എനിക്കറിയാം സന്തോഷമായിരിക്കും, എന്നാലും ആ ഒരു ഉള്ളിലത്തെ ഒരു റിലീഫ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമുണ്ട്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് മുമ്പിൽ വന്നത്. അപ്പം അതിൻ്റെ പിന്നെ അതിൽ പഠിച്ചൊരു ഓട്ടമായിരുന്നു. ഇത് എങ്ങനെയായി തീരുമെന്ന് പോലും അറിയില്ല. നമ്മൾ മറ്റൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇത് എന്താ എവിടെയാണെന്ന് അറിയാൻ മേലാത്ത ഒരു പാച്ചിലായിരുന്നു. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറയുന്നതിൽ ഭയങ്കര ഒരു ആശ്വാസമുണ്ട്. എന്നാൽ അൾട്ടിമേറ്റ്ലി സിനിമ റിലീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ഒരു കലാസൃഷ്ടി നമ്മൾ എല്ലാവരും കാണാനായിട്ടല്ല ഇത് ചെയ്യുന്നത്. അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ആ ഒരു മൊമെൻറ്റിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോബ്ലം ആണെങ്കിൽ തന്നെ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പം ഭയങ്കര സമ്മർദ്ദമായിരിക്കും. ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ഇത് ഒന്നെന്ന് പറയുന്നത് ഇത് ഒരു CBFC എന്ന് പറയുന്ന ഒരു ബോർഡാണ്. നമുക്കിത് ആരോടാണ് പറയേണ്ടത്, എന്താ സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം എല്ലാവരും പറയുന്നത് അതൊരു ഇൻഡിപെൻഡൻ്റ് ബോഡിയാണ്, അല്ലെങ്കിൽ ഓട്ടോണസ് ബോഡിയാണ്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അല്ലാതെ പല വഴിക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടും ഒരു തരത്തിലും യാതൊരു മാർഗ്ഗവും ഇല്ലാത്തതിനെ തുടർന്നാണ് അവസാനം എന്ത് ചെയ്യാം എന്നുള്ളത്. അവർ അവിടെ തൊട്ട് അതും ഇതിനാ സമയങ്ങളിൽ നമുക്ക് ഡോക്യുമെൻ്റലി ഒന്നും പറയുന്ന ഒരു ഡോക്യുമെൻറ്റും തരുന്നുണ്ടായിരുന്നില്ല. വാട്സപ്പിൽ കൂടെയാണ് പ്രൊഡ്യൂസറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലുള്ള പേര് മാറ്റണം, ഏകദേശം കുറേ സ്ഥലങ്ങളിൽ സിനിമ എവിടെയൊക്കെ ജാനകി വരുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം മ്യൂട്ട് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ മാറ്റി ഡബ് ചെയ്യണം. അപ്പം അതിനെ തുടർന്നാണ് ഇത് സാധ്യമായ കാര്യമല്ലാത്തത് കൊണ്ടാണ്. ആ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടറാണ് ജാനകി. ആ ജാനകിയോട് ബാക്കിയുള്ളൊരു 13-14 ആർട്ടിസ്റ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജാനകി എന്നുള്ള പേര് വിളിച്ചാണ്. ഇത്രയും പേരെയും വീണ്ടും നമ്മൾ റീഡബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയായി തീരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് വരുന്നത് ലോങ് പ്രോസസ്സ്, അതിന് വരുന്ന എക്സ്പെൻസ്, ഭീമമായ ചിലവുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് അവസാനം നിയമ വഴിക്ക് പോകാം എന്നുള്ള തലത്തിലേക്ക് എത്തിയത്. ഇതിനു മുമ്പും ഒരുപാട് ജാനകിമാർ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ ഇപ്പം ഇത്തരത്തിലുള്ള ഒരു സിനിമയ്ക്ക് ഒരു പേരിടാൻ പോലും ഭയക്കുന്ന ഒരു കാലഘട്ടമല്ലേ വരുന്നത്. അപ്പം ഒരു സംവിധായകൻ എന്ന നിലയിൽ ആ ഒരു ടൈമിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച്, അല്ലെങ്കിൽ അത് ശരിക്കും കൃത്യമായിട്ട് ആർട്ടിക്കിളിൽ നമുക്ക് പൗരന് തരുന്ന ബേസിക് അല്ലെങ്കിൽ പൗരന് കൊടുക്കുന്ന അവകാശങ്ങളിൽ ഒന്നാണത്. അങ്ങനെയുള്ളതെന്നല്ല കലാകാരൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സമൂഹത്തിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന, അനുഭവിക്കുന്ന, വായിക്കുന്ന, കേൾക്കുന്ന ഏതെങ്കിലും ഒരു കഥയിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കിൽ നിന്നോ ആയിരിക്കാം ഒരു കഥ ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സുകളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പേര് കാര്യങ്ങളെന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം പ്രാക്ടിക്കലി പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് അവർ കോടതി സബ്മിറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് മെറിറ്റിൽ പോകുമായിരുന്നെങ്കിൽ കേസ് വിജയിക്കാമെന്ന് കോടതി പോലും നമ്മളോട് പറയുന്നത്. പക്ഷേ മെറിറ്റിൽ പോകുമ്പോഴുള്ള കാലതാമസമായിരുന്നു നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് സാധ്യമാകുന്ന ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പം ഇതിനു മുമ്പ് റിവൈസിംഗ് കമ്മിറ്റി പോയി അത് 96 കട്ട് പറഞ്ഞു. നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം നമുക്ക് പ്രാക്ടിക്കലി ഓക്കെ എന്ന് തോന്നുന്ന ഒരു പോയിന്റ് ആ ഒരു പോയിന്റിലേക്ക് ഒരു എത്തിയ മൊമെന്റിൽ തന്നെ നമ്മളത് ഓക്കെ പറയുകയായിരുന്നു. ജാനകി സത്യത്തിൽ ഒരു ഇരയായ പെൺകുട്ടിക്ക് ജാനകി എന്ന പേര് നൽകുന്നതാണ് പ്രധാന പ്രശ്നം എന്നാണ് അറിയാൻ സാധിച്ചത്. അത് തന്നെയായിരുന്നു ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും അവരത് ആ ഒരു പോയിന്റ് അവർ പറഞ്ഞു. ഇരയായ പെൺകുട്ടി ജാനകി എന്നുള്ള സീതാദേവി, അങ്ങനെ അവരതിനെ കണക്ട് ചെയ്ത ഡയറ്റീവായിട്ടാണ്. സീതാദേവി എന്ന് പറയുന്ന ഗോഡസുമായിട്ട് ജാനകിയെ കണക്ട് ചെയ്യുകയും അതിനെ തുടർന്നാണ് ഈ വിഷയങ്ങളെല്ലാം അവർ റേസ് ചെയ്യുന്നത്. ഈ ജാനകി എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് ഈ 1 മുതലുള്ള എല്ലാ പ്രശ്നങ്ങളും അവരുടെ പേര് മാത്രമായിരുന്നു. കാരണം അവരതിനെയൊക്കെ നോക്കിക്കാണാൻ ശ്രമിച്ചത് ഈ പറയുന്ന രാമായണത്തിലെ സീതയായിട്ടും സീതയുടെ പര്യായമായ ജനകൻ്റെ മകൾ ജാനകി എന്നുള്ള ഒരു ഇതിലേക്ക് കാണുമ്പോൾ നമ്മളതിൽ നിൽക്കുന്നത് തൃശ്ശൂർ പൂങ്കുന്നത്ത് ജനിച്ച വിദ്യാധരൻ പിള്ളയുടെ മകൾ ജാനകിയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് തമ്മിൽ
ആനയായിട്ട് നമ്മൾ വ്യത്യാസം ഉണ്ടെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എടുത്തതാണ് ഇത്രയും ദിവസം ഉണ്ടായ കാലതാമസം. ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായ മ്യൂട്ട് നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഇറക്കാം, വീണ്ടും കാലതാമസം എടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഇറക്കാവുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അതിൽ വന്ന വേറൊരു വിമർശനം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള തന്ത്രങ്ങൾ എന്നുള്ളൊരു തരത്തിലും വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനോടുള്ള ഒരു പ്രതികരണം എന്തായിരിക്കും? എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ട് കേന്ദ്ര മന്ത്രിസഭയുടെ അണ്ടറിലുള്ള ഒരു CBFC കൊണ്ട് ഈ സിനിമയ്ക്ക് സെൻസർ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പുതിയ കേരളത്തിലുണ്ടാകും. അവരുടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ബാക്കിയപ്പ് ഉണ്ടാകുക, അല്ലേ? ഇതിലെല്ലാം ആൻസർ പറയേണ്ട അവരല്ലേ? അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ ആരും കൂട്ടി നിൽക്കില്ല. ആരെങ്കിലും ചെയ്യും. ഇപ്പൊ ഞാൻ ചെന്നിട്ട് സുരേഷ് ചേട്ടൻ്റെ അടുത്ത് പറയുമെന്ന് വിചാരിക്കുക, സുരേഷ് ചേട്ടൻ നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒന്ന് സെൻസർ കൂടി വിളിച്ച് പറഞ്ഞു വെച്ച് പരിപാടി ഒന്ന് തടസ്സപ്പെടുത്തി തരണമെന്ന് പറഞ്ഞിട്ട് നേരെ നമുക്ക് ഹൈക്കോടതി കേസ് കൊടുക്കുക. അത് കേൾക്കാനിരിക്കുന്നത് എന്താ ബനാന റിപ്പബ്ലിക്കുന്നല്ലോ നടക്കുന്നത്. ഇത്രയും പേര് ഇത് എനിക്ക് മാത്രമല്ലല്ലോ, ഇതിന് മുമ്പ് 2 മാസം പറഞ്ഞ ടോക്കൺ നമ്പർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പുള്ളൊരു സിനിമയ്ക്ക് ഇപ്പോഴും പെട്ടിക്കിടക്കുന്ന സിനിമകളുണ്ട്. അത് ആദ്യമായിട്ടില്ല. ഏകദേശം ഈ എമ്പുരാൻ എന്നോട് അവർ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എമ്പുരാൻ സിനിമാ വിവാദത്തിന് ശേഷം ഇങ്ങനെയുള്ള പേര് മാറ്റണമെന്ന് നിഷ്കർഷിക്കുന്ന, അല്ലെങ്കിൽ അവർ അഡമൻ്റായിട്ട് ഒരു തീരുമാനം പറയുന്ന 5-ാമത്തെയോ 6-ാമത്തെ സിനിമയാണ് നമ്മുടെ സിനിമ. അതിൽ ഓൾമോസ്റ്റ് 3 പേരോ 4 പേരോ പേര് മാറ്റി. ഇപ്പം നമ്മളും ചേഞ്ച് ചെയ്തു. അത് ചേഞ്ച് ഇവർ പറഞ്ഞ ചേഞ്ചസ് വരുത്താതെ നീതിയോ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോരാടുന്ന സിനിമകൾ ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുവാണ്. കഴിഞ്ഞ 4 മാസം കിടക്കുന്ന സിനിമകളുണ്ട്. എനിക്ക് അറിയാൻ സാധിച്ചത്, എനിക്ക് ഇത് എത്ര സത്യമാണെന്ന് അറിയില്ല. എന്നാലും പഞ്ചാബ് 95 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് 3-4 മാസമായിട്ട് കോടതി തന്നെയാണ്. മെയ്യിൽ 23-24 കൊണ്ടാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇന്റർവ്യൂല് പത്മകുമാർ സാർ ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ജാനകി എന്നുള്ള ജയന്തി എന്നുള്ള പേര് മാറ്റിയില്ലേ? അത് എന്തെങ്കിലും പബ്ലിസിറ്റിക്ക് വേണ്ടാണോ? അദ്ദേഹം ഓൾറെഡി ജാനകി എന്ന് പറഞ്ഞ പേര് കൊണ്ട് അവിടെ സബ്മിറ്റ് ചെയ്യുന്നു, അവരത് മാറ്റാൻ പറയുന്നു. അദ്ദേഹം വന്നിട്ട് ജാനകി എന്നുള്ള പേര് മറ്റേ ജയന്തി നടത്തുന്നു, വീണ്ടും റീസബ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ആ സർട്ടിഫിക്കറ്റും കയ്യിൽ പിടിച്ചോണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഈ പത്മകുമാർ സാറിന്റെ ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വിഷയം ഉണ്ടായിരുന്നത് ചേട്ടൻ ഇതിനു മുമ്പ് അറിയുമായിരുന്നു അല്ലേ? ഈ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് ഇതിലൊരു കാര്യമാണ്, അറിയുകയായിരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചേനെ. ഇത് അദ്ദേഹം അതെനിക്ക് അതിലൊരു ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് സംഭവിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നമ്പരും ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഈ സിനിമയായിട്ട് നടക്കുമ്പോൾ ഭയങ്കര തിരക്കുകളിലായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു, പ്രവീണ ഇങ്ങനൊരു പ്രശ്നം എൻ്റെ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, പ്രവീൺ ഒന്ന് ജാനകിയുടെ കാര്യത്തിൽ സൂക്ഷിച്ചു, അല്ലെങ്കിൽ ഒന്ന് സുരേഷേനോട് പറയണം. എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് സുരേഷേനോടെങ്കിലും പറയായിരുന്നു. ഇത് ഞങ്ങൾ ആരും അന്നത്തെ വീഡിയോ നിങ്ങൾ നോക്കി ഇപ്പോഴും അറിയാം. നമുക്ക് ഈ വിഷയം വരുന്നതിന് അന്ന് രാവിലെ നമ്മൾ യോഗ ഡേ ആണ്. യോഗ ഡേ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് SCMC ഇരിക്കുവാണ് ഞാനും സുരേഷേനോട്. അത് കഴിഞ്ഞിട്ട് അന്നേരത്തിന് വെള്ളിയാഴ്ചയാണ്. അന്നോട് സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നു. ഈ ഇരിക്കുന്ന വെള്ളിയാഴ്ച ഇരിക്കുന്നവരെ തന്നെ അന്നത്തെ ദിവസം ഇരിക്കുവാണ്. കാരണം സർട്ടിഫിക്കറ്റ് വന്നാൽ വേണം ഇവിടുന്ന് വേണം ലോഡ് ചെയ്ത് വിടാനായിട്ട്. ഇതുപോലെ സെയിം റിപ്പീറ്റഡ് സംഭവം നടന്നത്. അന്നേരം ഇതുപോലെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല എന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ തരില്ല എന്ന് എനിക്കറിയില്ല. അവർ ഇഷ്യൂ ചെയ്യുവാണ്, ഉച്ച കഴിഞ്ഞ് ഇഷ്യൂ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം 3:30-4 മണിയായപ്പോഴാണ് അവർ ലാസ്റ്റ് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പ്രശ്നം വരുന്നത് സുരേഷന്റെ ഈ ഒരു വിഷയത്തിൽ സുരേഷന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു മൗനവും ഈ സമയത്ത് നമുക്ക് ഇവിടെ ആൾക്കാർ ഒരുപാട് വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ട് ചേട്ടന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം പ്രതികരിക്കുമായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? അദ്ദേഹം പ്രതികരിക്കുമായിരുന്നെങ്കിൽ ഈ സിനിമയൊന്നും ഉണ്ടാവില്ലായിരുന്നു. സുരേഷ് ഗോപി എന്ത് പറഞ്ഞു എന്നുള്ളത് മാത്രം എടുത്തിട്ട് അതിനകത്തെ ഓരോ അക്ഷരങ്ങൾ വലിച്ചു കീറി ഇവിടെ അത് മാത്രം ചർച്ചയായിട്ട് നിന്നേനെ. ഈ വിഷയം പോലും അഡ്രസ് ചെയ്യപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് വളരെ ശക്തിപൂർവ്വം നമ്മുടെ സൈഡിൽ നിന്നും സുരേഷിൻ്റെ സൈഡിൽ നിന്നും എല്ലാം എടുത്തൊരു തീരുമാനമാണ് ഇങ്ങനെയുള്ള ഈ ഒരു തിരിച്ചുള്ള പ്രതികരണം വേണ്ട. ആ പ്രതികരണം എങ്ങോട്ട് പോകുമെന്നറിയില്ല. എന്നാൽ ഒരിക്കൽ പ്രതികരണം നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി പ്രതികരണങ്ങളായിരിക്കും. അപ്പം അതൊന്നുമില്ലാതെ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് നിയമത്തിൻ്റെ വഴിക്ക് പോയി വളരെ സത്യസന്ധമായിട്ട് ജഡ്ജി അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം തന്നെ സിനിമ നേരിട്ട് കാണുന്നതിനെ തുടർന്ന് തിരിച്ച് CBFCക്ക് പറയാനൊന്നുമില്ല. അവരൊന്നും പറയാനിരുന്നൊന്നും വിശ്വസിക്കരുത്. അവർ കൃത്യമായിട്ടൊരു കൗണ്ടർ ഫയൽ കൊണ്ട് എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. സംവിധായകൻ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള സിനിമയാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതാണ് അയാൾ എടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് CBFC എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ സംവിധായകനെതിരെ നിർമ്മാതാവിനെതിരെയും. അതുകൂടാതെ ഇതിങ്ങനെയാണ് രാമൻ്റെ ആണ് അങ്ങനെ ഒരുപാട് കെട്ട് കാര്യങ്ങൾ അവർ എഴുതി കൊടുത്തതിന് പുറത്ത് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചത് ഞാൻ കണ്ടതാണല്ലോ സിനിമ, നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയാൻ സാധിച്ചത് സിനിമ കണ്ടതുകൊണ്ടാണ്. അപ്പം അത് വളരെ യുക്തിപൂർവ്വം ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. അങ്ങനെയുള്ള ഇപ്പം കോടതിയുടെ സൈഡിൽ നിന്നാലും മീഡിയയുടെ സൈഡിൽ നിന്നാലും നാളിതുവരെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്. കാരണം പൊതുസമൂഹത്തിലേക്ക് ഇത് പൊക്കിയെടുത്തുകൊണ്ട് വരാൻ മീഡിയയുടെ പങ്ക് ഭയങ്കര വലിയൊരു സഹായമായിട്ടുണ്ട്.
അതോടൊപ്പം സംഘടനകൾ കഫ്കയുടെ ഉണ്ണികൃഷ്ണൻ സാറൊക്കെ എന്താ പറയുന്നത്, ഇത് സ്വന്തം ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാണോ അങ്ങനെയാണ് അദ്ദേഹത്തിന് നോക്കിക്കണ്ടത്. ആ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയെന്ന് മാത്രമല്ല, ആ പ്രശ്നത്തിലുണ്ടായിരുന്ന എന്നെ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുവാനും എന്നെ ഗൈഡ് ചെയ്തു അദ്ദേഹമാണ്. മുമ്പേ റിവേഴ്സ് കമ്മിറ്റി പോകുന്ന സമയത്തൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ പ്രവീണ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഞാൻ കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും പ്രവീണ പ്രശ്നം, അവർ വീണ്ടും ഇതിൻ്റെ ഒരു വേറെ എലമെൻ്റ് അവർ ഇങ്ങനെ എടുക്കാൻ സാധ്യതയുള്ളതെന്നൊക്കെ പറഞ്ഞ് എന്നെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉണ്ണികൃഷ്ണനോടുള്ള നന്ദി ഒരിക്കലും നമുക്ക് എന്താ പറയുന്നത് മറക്കാൻ പോയിട്ട് നമുക്ക് വേറെ ഒരു ബന്ധങ്ങളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഇത്രയും വലിയ ഉത്തരവാദപ്പെട്ട ചുമതലയിരിക്കുന്ന ഒരാൾ ജ്യേഷ്ഠ സഹോദരനെ പോലെ അതെ ആ ഒരു സ്നേഹം കൂടെ അനുഭവിക്കാൻ പറ്റി. അതെ, ഇപ്പോൾ സിനിമയുടെ പേര് മാത്രമല്ല, മർമ്മപ്രധാനമായ ഒരു രംഗത്ത് മ്യൂട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അത്തരത്തിലുള്ളൊരു മ്യൂട്ടിങ് ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഫീലിനെ ബാധിക്കും തോന്നുന്നുണ്ടോ? അതിൽ ആശങ്കയുണ്ട്. ഇപ്പം ഞങ്ങൾ ഫൈനൽ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. കണ്ടു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും കാണും, എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് ഞാനിവിടെ ചെല്ലാനായിട്ട്. ഫൈനൽ ഇപ്പോൾ ഇത് കണ്ട പ്രിവ്യൂ നമ്മൾ ഓക്കെ പറഞ്ഞാൽ കണ്ടന്റ് പുറത്തെടുത്ത് നമ്മൾ അടുത്ത ഭാഷയിലേക്കുള്ള സെൻസറിങ് പിന്നെ അബ്രോഡ് കണ്ടന്റ് ഒക്കെ വിടണം. അപ്പോൾ കണ്ടെങ്കിൽ ഈ ആശങ്കയുണ്ടോ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒരു ശബ്ദം മ്യൂട്ടായാൽ എങ്ങനെയായിരിക്കും ഫ്ലോയെ ബാധിക്കുക. പിന്നെ പറഞ്ഞതുപോലെ എല്ലാവരും അറിഞ്ഞു ഈ വിഷയം, എല്ലാവരും അറിഞ്ഞതുകൊണ്ടും അവിടെ മ്യൂട്ട് ചെയ്യപ്പെടുന്ന വാചകം ജാനകിയാണെന്ന് ആൾക്കാർക്ക് അറിയാവുന്നത് കൊണ്ടും അവരിത് മനസ്സിലാക്കും, അവരത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവരെ അങ്ങനെ കാണിക്കാനായിട്ടല്ല എടുത്തത്, അത് എൻ്റെ തീരുമാനമായിരുന്നില്ല. അപ്പം അത് അവർ മനസ്സിലാക്കും, പ്രേക്ഷകരാണ്, അവർ മനസ്സിലാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സുരേഷ് ഏട്ടൻ്റെ ഒരു ഡേറ്റ് അല്ലെങ്കിൽ സുരേഷ് ഏട്ടനെ വെച്ചൊരു സിനിമ എന്ന് പറയുന്നത് ഏതൊരു സംവിധായകൻ്റെ ഒരു വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു മൂവി ഒരുക്കാനുള്ള ആ ഒരു സംഭവം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? നമ്മൾ എവിടെയാണോ പറയുന്നത് ഒരു ഹുക്കിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക്, ഇവിടെ വക്കീലെന്ന് പറയുമ്പോഴേ സുരേഷ് ഏട്ടന് മറ്റേ ചിന്താമണി അങ്ങനെ ഒരുപാട് പേര് ആ ഒരു, അപ്പം ഞാൻ കൃത്യമായിട്ട് അതല്ല എന്താണെന്ന് കൃത്യമായിട്ട് എൻ്റെ ഡേവിഡ് ആബേൽ ഡൊണോവാൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് എന്താണ് ചിന്താമണി കൊലക്കേസിലെ കഥാപാത്രത്തിൽ നിന്ന് എവിടെയാണിത് മാറി നിൽക്കുന്നതും എന്താണ് ഈ കഥാപാത്രത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളെന്നും ഇതെന്തുകൊണ്ട് സുരേഷ് ഏട്ടൻ ചെയ്യണമെന്നും ഈ 3 കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് സുരേഷ് ഏട്ടൻ മനസ്സിലാക്കി. അതിനുശേഷം സുരേഷൻ സ്ക്രിപ്റ്റ് റീഡിങ്ങിലേക്ക് കടന്നു. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് സിനിമയിലേക്ക് വന്നത്. ഈ കഥാപാത്രം, അതായത് ഡേവിഡ് ആബേൽ ഡൊണോവാൻ എന്ന് പറയുന്ന കഥാപാത്രം സുരേഷ് ഏട്ടന് വേണ്ടി മാത്രം എഴുതിയതാണ്. മനസ്സിലായി. പക്ഷേ ആദ്യത്തെ സ്ക്രിപ്റ്റിൽ ഈ കഥാപാത്രം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡ്രാഫ്റ്റ് 2010 എഴുതിയ നിർഭയ എന്ന് പറയുന്ന സിനിമയുണ്ട്. ഇതിന് ഫസ്റ്റ് വെർഷൻ നിർഭയായിരുന്നു. നിർഭയ എന്നുള്ള പേരിൽ 2019 ഷാജി പാടൂർ അനൗൺസ് ചെയ്ത സിനിമയാണ് ഞാൻ സ്ക്രിപ്റ്റുമായിട്ട്. അപ്പോൾ ആ ഒരു വെർഷനകത്ത് ഇതിൽ സുരേഷ് ഏട്ടൻ്റെ കഥാപാത്രം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഉണ്ടായ മോഡിഫിക്കേഷനുകളിൽ വന്ന മാറ്റമാണ് ഇപ്പം സുരേഷ് ഏട്ടൻ വന്നിട്ടുണ്ടായത്. തീപ്പൊരു ഡയലോഗ്സ് ആണ് സുരേഷ് ഏട്ടൻ്റെ സിനിമയിൽ നമുക്ക് കോരിത്തരിപ്പിക്കുന്ന ഡയലോഗ്സ്. അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ചിത്രത്തിന്റെ ഭാഗമാണോ? തെരിപ്പിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്കാണ്. ഞാൻ സുരേഷ് ഏട്ടനൊരു ഫാനാണ്. അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ അത് വർക്കാണ്. സുരേഷ് ഏട്ടന് നല്ല രസമുള്ള ഡയലോഗുകളുണ്ട്. എന്നാൽ ഒരുപാട് പണ്ടത്തെ കാലഘട്ടത്തിലെ പോലെ അങ്ങനെ ഭയങ്കര ഫയർ മോഡിലേക്കുള്ളതല്ല. ഈ കാലഘട്ടത്തിൽ മാറ്റം വന്നത് അതിന് ഒരു ഏജ് ഉണ്ടല്ലോ, അതിന് പറ്റുന്ന പക്വതയിൽ നിന്നുകൊണ്ട് എന്നാൽ ബോൾഡായിട്ട് തന്നെ പറയുന്ന നല്ല ചടുലമായ സംഭാഷണങ്ങളുള്ള സിനിമ തന്നെയാണ്, കോർട്ടിലും പുറത്തും. ബാക്കി കഥാപാത്രങ്ങളിലേക്ക് എത്തിയത് എങ്ങനെ? അനുപമയാണ് സെൻട്രൽ ക്യാരക്ടർ വരുന്നത്. ആദ്യം അനുപമയിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് നമ്മൾ ആദ്യം അനുപമയെ വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ സൈഡ് വർക്കാകാതാണ് സുരേഷ് ഏട്ടൻ ഒരു ആർട്ടിസ്റ്റിലേക്ക് എത്തുന്നതും പ്രൊഡ്യൂസർ വരുന്നത്. ഒരു റിയൽ ഇൻസിഡന്റ് ഈ പേരിൽ ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു റിയൽ ഇൻസിഡന്റ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന റിയൽ ഇൻസിഡന്റ് ഒരു സിവിൽ കേസായിരുന്നു. ഇത് ശരിക്കും ക്രിമിനൽ കേസാണ്. ഇത് എന്നാലും റിയൽ ഇൻസിഡന്റ് തന്നെയാണ്. ഇത് ശരിക്കും പത്രത്തിൽ കണ്ട ഒരു വാർത്തയെ തുടർന്ന് ഞാൻ നടത്തിയ ഒരു അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ എലമെന്റ്സ് വെച്ച് ഞാൻ ഫിക്ഷനിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. പിന്നെ അതിന് സ്ക്രിപ്റ്റിലേക്ക് മാറ്റുമായിരുന്നു. പിന്നെ നീണ്ട ഒരു ഹൈക്കോടതി യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോടതി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും മനസ്സിലാക്കി അങ്ങനെ മാറ്റിയത്, നമ്മൾ സ്ക്രിപ്റ്റിലേക്ക് മാറ്റിയതാണ്. ഈ ഒരു പ്രശ്നങ്ങളും സങ്കടങ്ങൾക്കും ഒക്കെ ശേഷം തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഈ കഷ്ടപ്പാടുകളുടെ ഫലമായിട്ട് ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയം നേടാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ്റെ മറ്റൊരു അവതാരത്തെ കാണാൻ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. എല്ലാ ആശംസകളും പ്രമേട്ട ഈ സിനിമയ്ക്കും ഇനി വരാൻ പോകുന്ന സിനിമകൾക്കും എല്ലാ ആശംസകളും. താങ്ക് യു.